ഹായ് എവരിവൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ ഫ്യൂഷൻ സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 2 ടീസ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. 300 ഗ്രാം ചിക്കൻ, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കഷ്ണം ചെറുനാരങ്ങ. ഒരു വലിയ ഉള്ളി, 1 കഷ്ണം ക്യാപ്സിക്കം, 1 ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത്, 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇനി ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. മൈദയിലേക്ക് ഉപ്പിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ കൂടി ആഡ് ചെയ്ത് മൈദയും ബട്ടറും കൂടി പുട്ടുപൊടിയുടെ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി ഈ പരുവമാകുമ്പോൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ബട്ടറിന് പകരം ഏത് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഈ കുഴച്ച് വെച്ച ഡോ ഒരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിലേക്ക് മുളക് പൊടി, കോൺഫ്ലോർ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു നാരങ്ങയുടെ പകുതിയുടെ നീര് ഇവ ചേർത്ത് ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കനെ ഓവറായി ഫ്രൈ ചെയ്യാതിരിക്കാൻ നോക്കണം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം വലിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വേഗം വാടി കിട്ടാൻ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്യാരറ്റ്, പൊട്ടറ്റോ ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇനി ക്യാപ്സിക്കം ചേർത്ത് പൊരിച്ച് വെച്ച ചിക്കൻ എല്ലാം ഒഴിവാക്കി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുഴച്ച് വെച്ച മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 3 ബോളുകളാക്കി മുറിച്ചെടുക്കാം. ഇനി ഇവ ഓരോന്നും വലുതായി പരത്തിയെടുത്ത് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ചതുരത്തിലാക്കുക. ഇനി ഇതൊന്ന് 4 ആക്കി മുറിച്ചെടുക്കാം. ഇനി ഓരോന്നിലും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം.
ഇനി ഇതിൻ്റെ സൈഡുകളിൽ ഒന്ന് വെള്ളം തടവി കൊടുത്ത് ഒരു ഭാഗത്തേക്ക് മടക്കിയെടുക്കാം. മടക്കി വെച്ചതിന് ശേഷം എല്ലാ ഭാഗവും നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഫോർക്ക് കൊണ്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഇവ ഓരോന്നായി പൊരിച്ചെടുക്കാം. ഇഫ്താർ സ്പെഷ്യലായ ചിക്കൻ ഫ്യൂഷൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.